മച്ചാമാരെ, ഞാൻ ഇന്ന് കളിക്കാൻ പോണത് FC മൊബൈലാണ് ഗായ്സ്. അപ്പോൾ ഇതെൻ്റെ ഫൈനൽ പാർട്ടാണ്, 5th പാർട്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ 3rd ആണോ 4th ആണെന്ന് അറിയില്ല ഗായ്സ്. 3rd പാർട്ടോ 4th പാർട്ടോ എന്ന് പറയുമ്പോൾ തോറ്റു തുന്നം പാടി ഗായ്സ്. ഇതിനകത്ത് രണ്ടിലും തോറ്റു തുന്നം പാടി ഗായ്സ്. ആകെ ഇന്ന് ഒരെണ്ണത്തിലൊന്ന് ജയിച്ചുള്ളൂ. ഓക്കെ ഗായ്സ്, ഇന്നെല്ലാം നമുക്കത് തിരിച്ചു പിടിക്കണം. എന്താണ് എല്ലാ മാച്ചും തോക്കരുത് ഗൈസ്, അങ്ങനെ വിട്ട് കൊടുക്കരുത് നമ്മ. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ എടുത്തെല്ലാം ചെയ്ത് വെച്ചു. ഓക്കെ ഗൈസ്, എൻ്റെ ആൾക്കാരെ കാണിച്ചു തരാം. പുതിയ ആൾക്കാരൊന്നും കിട്ടണില്ല ഗൈസ്, നല്ല നല്ല ആൾക്കാരൊന്നും കിട്ടണില്ല ഗൈസ്. നോർവേയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു, നോർവേയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു മച്ചാമാരെ. ഓക്കെ ഗൈസ്, നമുക്ക് എപ്പോഴും ഹെഡ് ടു ഹെഡ് അല്ലേ, ഈ പ്രാവശ്യം വേഴ്സസ് അറ്റാക്ക് കളിക്കാം. നിങ്ങൾ വിചാരിക്കും അത് ഈസി അല്ലേ എന്ന്. ആദ്യം വേഴ്സസ് അറ്റാക്ക് കളിച്ചിട്ട് നമുക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ വേഴ്സസ് അറ്റാക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഗായ്സ്, നമ്മൾ പ്ലേ ചെയ്യാൻ പോണാണ്. ഹിയർ വി ഗോ. ഗായ്സ്, പോർച്ചുഗലും അർജന്റീനയാണ് ഗായ്സ് വേഴ്സസ് അറ്റാക്കിൽ. ഇതിനകത്ത് നമ്മൾ തന്നെ ജയിക്കുള്ളൂ. മൈ ചാൻസ്, ദെയർ ചാൻസ്, ഗ്രേറ്റ് ചാൻസ്, ഗുഡ് ചാൻസ്, ബേസിക് ചാൻസ്. ഓക്കെ ഗായ്സ്, ഇതിനകത്ത് ഞാൻ ജയിക്കുന്ന പറഞ്ഞവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാരണം എല്ലാം അങ്ങോട്ട് അമർത്തി കൊടുത്തു. അർജന്റീന ജയിക്കുമെന്ന് പറയണവർ കമൻറ്റ് ബോക്സിൽ ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യണം. പോർച്ചുഗൽ ജയിക്കുന്നു, എൻ്റെ ടീം ജയിക്കുമെന്ന് പറയണവർ എന്താണ് കമൻറ്റ് ബോക്സിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം. ഇത് ഗൈസ്, ഞാനൊരു റൊണാൾഡോ ഫാനാണ്. ഓഫ് സൈഡ് വിളിച്ചു, ഗോളിക്ക് വെറുതെ പാസ് കൊടുത്തു ഗൈസ്. ഓരോ ഗോളടിയുന്ന ഗോളെ സത്യസന്ധമായിട്ട് പറയണം ഗായ്സ്, നിങ്ങൾ അർജന്റീനയാണ് പോർച്ചുഗലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളാണ് ജയിച്ചത്. ഓക്കെ ഗായ്സ്, ഞാൻ വെറുതെ ഒന്ന് ഹെഡ് ടു ഹെഡ് കളിച്ചത്. സോറി ഗായ്സ്, ഞാൻ ഹെഡ് ടു ഹെഡ് അല്ല, ഞാൻ വെറുതെ ഒന്ന് വേഴ്സസ് അറ്റാക്ക് കളിച്ചതുള്ളൂ ഗായ്സ്. ഇനി മൊത്തം ഹെഡ് ടു ഹെഡ് ആണ് കളിക്കാൻ പോണ ഗായ്സ്. നമ്മൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും ഗായ്സ്. ഓക്കെ, വേഴ്സസ് അറ്റാക്കിന് പുറത്തു പോകാം, ഹെഡ് ടു ഹെഡ് എടുക്കാം. സെമി പ്രോ പ്ലേ ഗായ്സ്. നമ്മളെ എപ്പോഴും തോപ്പിക്കാറുള്ള ആള് എന്ന് വെച്ചാൽ ആളെന്ന് പറയാൻ പറ്റില്ല, ടീം. പക്ഷേ ഗൈസ്
എല്ലാം കൂടുതലും നമുക്കാണ്. പക്ഷെ എല്ലാം കൂടുതൽ നമുക്കായിട്ടും എപ്പോഴും തോക്കാറുള്ള നമുക്കാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ടീമാണ്. എന്നാലും വരട്ടെ. നമുക്കപ്പോഴത്തേക്ക് കളിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ ടീം. ഇതാണ് ഗൈസ് അപ്പുറത്തവന്മാരുടെ ടീം. ഓ, ഇയാൾ എൻ്റെ ഉണ്ട്. ഇയാളെ റാങ്കത്തിയതല്ലേ ഗൈസ്. സ്റ്റേറ്റിലിരിക്കണ റൊണാൾഡോ എന്ന് വേറൊരു റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൊണാൾഡീനോ ഒന്നും റൊണാൾഡീനോ അല്ല, ഒരു ഗോൾ അടിച്ചു. മാസൻ എന്ന് പറഞ്ഞൊരാളാണ് ഗൈസ്. മാസൻ എന്ന് പറഞ്ഞൊരാളാണ്. ഓക്കെ, എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് നമ്മളാണ് ഗോൾ അടിച്ചത്. ഒരു ഗോൾ അടിച്ചു ഗൈസ്. നമ്മൾ 2 ഗോളായിപ്പോ. 2 ഗോൾ, 2 ഗോൾസ് ഗൈസ്, 2 ഗോൾ. ഞാൻ ആദ്യം വിചാരിച്ച ആളുകൾ ഐശ്വര്യമായിട്ട് തോക്കുന്നു. ഗൈസ് നമ്മൾ ജയിച്ചു. കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. അത് ഏത് ഫുട്ബോൾ പ്ലെയറാണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ ഗൈസ്. ഹാഫ് ടൈമായി. ഇപ്പോൾ നമ്മളാണ് ഗൈസ് ടോപ്പിൽ നിൽക്കുന്നത്. അയ്യോ, ഗോളിക്കത് ജസ്റ്റ് മിസ്സായിരുന്നു. അതില്ല ഗൈസ്, ഗോൾ അടിക്കാം. അകത്തേക്ക് വാസിട്ടുണ്ട് ഗൈസ്. അയ്യോ, okay.
യെസ് നമ്മ ഗോൾ അടിച്ചു. യെസ് 14-ാം നമ്പർക്കാരനാണ് ഗായ്സ് ഗോൾ അടിച്ചത്. റിയൽ മഡ്രിഡുള്ള അയാൾക്ക് ജസ്റ്റ് മിസ്സാണ്. നമ്മുടെ ജസ്റ്റ് മിസ്സിന് വന്ന് അടിക്കാറുണ്ട് ഗോൾ. ഭാഗ്യം ഗൈസ് ഗോളാവാത്തത്. അയാൾക്ക് ഗോൾ കൊടുത്തോ, അയാൾക്ക് ബോൾ കൊടുത്തോ, ഗോൾ കൊടുത്തോ, ഗോൾ കൊടുത്തോ. അയ്യോ ഗൈസ് ഗോൾ കൊടുത്തു. തോക്കാണ്ട് നോക്ക് ഗൈസ്. നമ്മുടെ ഗോളിന് റാങ്കപ്പാണ്, പക്ഷെ ഇത് പറ്റില്ല. യെസ് ഫുൾ ടൈമാ ഗൈസ്. എന്നിട്ട് നമ്മൾ തോറ്റെന്നും പറയാൻ പറ്റില്ല, ജയിച്ചെന്നും പറയാൻ പറ്റില്ല. അത് കാരണം എൻ്റെ തൻ്റെ ടീം ആരാണ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് നോക്കട്ടെ ഗൈസ്. നമ്മളല്ല നമ്മുടെ എസ് ടിയിലുള്ള നിൽക്കണ ആളെ ഒന്ന് റാങ്ക് അപ്പാണ്. പക്ഷെ അയാൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. റാങ്കപ്പിൻ്റെ മറ്റേ സാധനമില്ലേ, മറ്റേ ചിഹ്നം എന്ന് പറയാമില്ല, മറ്റേ ഒരു സാധനം ഇതേപോലത്തെ ഡയമണ്ടൊക്കെ പോലത്തെ ആ സാധനം കൂടി വേണ്ടി വരും. ഓക്കെ ഗൈസ്, പിന്നെ ഹെഡ് കൊടുക്കാം ഗൈസ്. തോക്കൂലെന്ന് അറിയില്ല. ഓക്കെ, പോർച്ചുഗൽ ഇതൊരു ചൈന ആൾക്കാരായിട്ടാണ് കളി ഗൈസ്. യെസ് കൊടുത്തല്ലോ. ഓക്കെ ഗൈസ്, ഇതൊന്നും ഇങ്ങനെ വന്നാ ഓക്കെ. ജസ്റ്റ് കൂടുതലാണെന്നുള്ളൂ ഗൈസ്. നമുക്ക് അറ്റാക്ക് മിഡ്ഫീൽഡും എന്താണ് ഡിഫൻസും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ടീം. ഇതാണ് ഗൈസ് അവരുടെ ടീം. ഓക്കെ, അവരുടെ സെറ്റ് ടീമാണല്ലോ ഗൈസ്.
ഓഫ് സൈഡ് അത് ഗോളാവണ്ടായിരുന്നു. ഞാൻ മനപ്പൂർവ്വം ഷൂട്ട് അടിച്ചാണ്. പുറത്തേക്കാണ് ഗോൾ അടിച്ചു. ഹാഫ് ടൈമിൽ ഒരു ഗോൾ അടിക്കണം. പുറത്തേക്കാണ് അമ്മാരുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഗോൾ അടിക്കാൻ നോക്കും, പക്ഷെ പറ്റില്ല. ഉറപ്പായിട്ടും പറ്റില്ല. പറ്റി ഗോളടിച്ച് ഫസ്റ്റ് ഷോട്ട് അടിച്ചപ്പോൾ ഗോള് പിടിച്ചു. എന്നിട്ട് അപ്പുറത്ത് നമ്മുടെ എസ്കിയിൽ കളിക്കുന്ന അവന്മാരുണ്ടായിരുന്നു. അവടി കഴിച്ചു അത് ഗോള്. പുറത്തേക്ക് അടിച്ചോളാം. അയ്യോ പോലും നമ്മുടെ എന്താണ് നമ്മുടെ ടച്ചല്ല. ഓക്കെ അവന്മാർ നമ്മുടെ എല്ലാ കളിയും ഡ്രോയാണ്.
ഗൈസ് എന്ത് ചെയ്യാനാണ് നോക്ക്. പക്ഷേ ഗൈസ് എനിക്കിനകത്ത് സന്തോഷിക്കാനും പറ്റില്ല, സങ്കടപ്പെടാനും പറ്റില്ല. പ്ലെയർ ഓഫ് ദി മാച്ച് ഈ മാച്ചിൽ ആരാണെന്ന് നോക്കട്ടെ ഗൈസ്. നമ്മുടെ എനിമി ടീമായിരിക്കും. നോ ഗൈസ്, നമ്മളാണ് നമ്മൾ 6 പാസസ് കൊടുത്തു. ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ ഗൈസ്, പ്ലേ കൊടുത്തു. ഇനി ആരായിട്ടാണെന്ന് അറിയില്ല ഗൈസ്. പോർച്ചുഗൽ വേഴ്സസ് പോർച്ചുഗൽ. ഓ, ഇതിനകത്ത് ജസ്റ്റ് മിസ്സാണ് ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. ഇപ്പുറത്തമാരുടെ അറ്റാക്ക് ആണെങ്കിൽ 99, നമ്മുടെ അറ്റാക്ക് ആണെങ്കിൽ 100. അവന്മാരുടെ എന്താ വെച്ചാൽ അവന്മാരുടെ 99 ആണ്, നമ്മുടെ 100. അവന്മാരുടെ 6 ആണെങ്കിൽ നമ്മുടെ 7. അങ്ങനെയാണ് ഗൈസ്. Pas, suruh. Iya, pas. Ini bukan. അവന്മാരൊരു ഗോൾ അടിച്ചു. നമ്മളും തോറ്റു കൊടുക്കില്ല ഗൈസ്. നമുക്ക് പറ്റണ പോലെ അമ്മ കളിക്കും, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഗോൾ അടിക്കാറുണ്ട്. ഇത് ടീമാരുടെ വെച്ചായത് കാരണം
പക്ഷേ അത് ഓഫ് സൈഡാണ് ഗൈസ്. ബാക്കിലേക്ക് സ്പിരിറ്റ് ഓടിക്കും. നമ്മുടെ ഗോളിക്കായിട്ട് വേണം. അയ്യോ ഫൈൻ ഗോളി ഫൈൻ. ഗോളല്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് 2 ഗോൾ അടിച്ച് ജയിക്കണം. ഒറ്റയ്ക്ക് കാണാനാണ്. തോറ്റു. ഒരു കളി മര്യാദ ജയിക്കാൻ പറ്റുള്ള എന്താണ് എനിക്കറിയില്ല. എനിക്ക് കളിക്കാൻ അറിയില്ലാത്ത കാരണമാണോ അതോ OVR ഇല്ലാത്ത കാരണമാണോ അത് വേറെ എന്തെങ്കിലും ആണോ ഗൈസ്? കമന്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പുറത്തെട്ടി നമ്മൾ 3 ടാക്കിള്, മറ്റാണ് 1 ഗോള്. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. നമ്മുടെ ടീംസിനൊന്ന് ചെയ്യണം. സ്റ്റാർട്ട് പാസ്വേഡ് ഗൈസ്. എംബാപ്പേനെ വല്ല കിട്ടിയാൽ മതി. എംബാപ്പനെ കിട്ടിയില്ല കുഴപ്പമില്ല. നെയ്മറിനാണുണ്ടായിരുന്നു. OVR 166. OVR ഇത്ര പോകണോ? അന്നാ കിട്ടുമെന്നാണോ? OVR ഒരെണ്ണം കൂടി കൂട്ടണം, അപ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നത്. പോയിട്ട് ആളെ ഓർത്തട്ടെ. CM ഗൈസ് ഇത് കുറഞ്ഞ് അയ്യോ CDM എണ്ണ നോക്കട്ടെ. CDM നല്ല ആളാണ്. GK ഒന്ന് ചെയ്യണോ? പക്ഷെ ഞങ്ങളിതില്ല വയസ്സ്. CB ഞാനവിടെ CB നോക്കട്ടെ. CB അവൻ്റെ സ്കിൽ പോയിന്റ്സ് മാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്.
സോറി ഗൈസ്. കേട്ടോന്ന് എന്താണ് കൺഫേം കൊടുക്കുന്നുണ്ട്. അതെന്തോ സമയമാണ് എനിക്കറിയില്ല. എഡ്രിക്കന്നെ ചെയ്തേക്കാം. എന്താണെന്ന് അറിയില്ല ഗൈസ്. അത് പിന്നെ മനസ്സിലായി. സ്കിൽ പോയിന്റ്സ് കൂട്ടാൻ പറ്റും. പൈസ വിഷയമില്ല. പവർ വരട്ടെ. എനിക്ക് എൻ്റെ സ്കില്ലപ്പ് ചെയ്യാം. സ്കില്ലപ്പാണ് RB. വെയിറ്റ് ചെയ്യട്ടോ. RBയിൽ നെറ്റ്വർക്ക് നിന്നായിരുന്നല്ലോ. RBയിൽ അത് കാണാം. CM എവിടെ? അയ്യോ, പക്ഷെ അവനെ നിർത്തിയാലേ ഇവനെ കിട്ടാനോ ലെവൽ 30 ആണ് ട്രെയിനിങ്. ഇവിടെ പോട്ടെ, ട്രെയിനിങ് ചെയ്യാം. നമ്മുടെ ഇവന്മാരെ കൊടുത്ത് നമുക്ക് ഇനി ഇത്ര ആൾക്കാരുള്ളൂ. ഇവര് മതി ഗൈസ്, ബാക്കി ആൾക്കാരൊന്നും വേണ്ട. ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ ഗൈസ്, വെയിറ്റ് ഗൈസ്, ഒരു മിനിറ്റ് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ് ഷോർട്ട്
ലോക്കായിപ്പോയി ഗൈസ് ഈ വീഡിയോ. കുഴപ്പമില്ല ഗൈസ്, ഈ കോസ്റ്റ്യൂം കൂടി ഒന്ന് ക്ലെയിം ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം എല്ലാം അങ്ങോട്ട് അമർത്തി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ബൈ.